വിൻഷോർ കൃഷ്ണ എന്ന എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു കഥ അറിയുന്നുണ്ടാകും. എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും, അവർക്കൊരു ഉപകാരമാവും. പാതാളാഞ്ജന ശില എന്നൊരു പ്രത്യേകതര ശില കൊണ്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ വിഗ്രഹത്തിൻ്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു വിഗ്രഹം ഏതൊക്കെ യുഗങ്ങളിൽ ആരൊക്കെയാണ് പൂജിച്ചിരുന്നത് എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനൊക്കെ ഒരു പ്രത്യേക കഥയും ഉണ്ട്. ഈ ഒരു വിഗ്രഹത്തിന് യുഗയുഗാന്തരങ്ങളോളം പഴക്കമുണ്ട്. നമ്മുടെ സൃഷ്ടിക്കൊക്കെ കാരണക്കാരനായ ബ്രഹ്മാവിൻ്റെ ജനനത്തോളം പഴക്കമുണ്ട് ഈ ഒരു വിഗ്രഹത്തിന്. ശ്രീ ഗുരുവായൂരപ്പനായിട്ട് ഗുരുവായൂരിൽ വിരാജിക്കുന്നത് ആ ഒരു വിഗ്രഹം ദേവകി അമ്മ പൂജിച്ചിരുന്ന വിഗ്രഹമാണ്. പക്ഷേ ആ ഒരു വിഗ്രഹം ദേവകി അമ്മയുടെ കൈകളിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിനൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട്. ആ ഒരു കഥകളൊക്കെ ആരംഭിക്കുന്നത് ഭഗവാൻ ശ്രീഹരിയിൽ നിന്ന് തന്നെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ജനനം കഴിഞ്ഞിട്ടും ഒരുപാട് വർഷം തപസ്സനുഷ്ഠിക്കേണ്ടി വന്നു തൻ്റെ ഭഗവാനെ ഒന്ന് കാണാൻ. അങ്ങനെ ബ്രഹ്മാവിന് പലതരത്തിലുള്ള സൃഷ്ടികൾ നടത്താൻ നിയോഗിക്കപ്പെട്ടു. അങ്ങനെയാണ് സനൽകുമാരന്മാരെ സൃഷ്ടിക്കുന്നത്. സനൽകുമാരന്മാർ യഥാർത്ഥത്തിൽ വിഷ്ണു ഭക്തന്മാരായിരുന്നു. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം വിഷ്ണുപദം പോകുക എന്നായിരുന്നു. ദാമ്പത്യം ഉണ്ടാവുക, കുട്ടികളുണ്ടാവുക എന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രഹ്മാവ് അവരെ അതിനൊക്കെ നിർബന്ധിച്ചു. അവർ അത് നിരാകരിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് വളരെയധികം കോപം ഉണ്ടായി. ആ കോപത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടായത്. അങ്ങനെ 11 രുദ്രന്മാരിൽ ഒരാളായിരുന്നു ഭഗവാൻ പരമശിവൻ. പക്ഷേ ഭഗവാൻ പരമശിവൻ തപസ്സനുഷ്ഠിക്കുകയും യോഗസിദ്ധി കൈവരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ യോഗസിദ്ധിയിലൂടെ ശ്രീകൃഷ്ണ പരമാത്മ തത്വത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആദിയോഗിയായി മാറുകയാണ് ശിവഭഗവാൻ. വിഷ്ണു ഭക്തന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പരമശിവൻ. അദ്ദേഹം ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. സംഹാരമൂർത്തിയായി സംഹരിക്കുക എന്നുള്ള ഒരു കർമ്മത്തിന് വേണ്ടി നിയോഗിക്കുകയാണ് ഭഗവാൻ ശ്രീഹരി പരമശിവനെ. ശ്രീഹരിയെ പൂജിച്ച് ധ്യാനിച്ച് കഴിഞ്ഞിരുന്ന ബ്രഹ്മാവിന് തൻ്റെ സ്വരൂപം ഒരു വിഗ്രഹത്തിൽ സൃഷ്ടിച്ച് പൂജിക്കാനും ധ്യാനിക്കാനും നൽകുകയാണ് ശ്രീഹരി ബ്രഹ്മാവിന്. ഭഗവാന്റെ ചതുർബാഹു രൂപമായ ആ വിഗ്രഹം പാതാളാഞ്ജന ശില കൊണ്ടാണ് ഭഗവാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭഗവാന്റെ ആ ഒരു ശരിയായിട്ടുള്ള ആ ഒരു രൂപം ആ വിഗ്രഹത്തിൽ തെളിഞ്ഞു കാണുകയായിരുന്നു. അങ്ങനെ ബ്രഹ്മാവ് ഒരുപാട് സൃഷ്ടികളൊക്കെ നടത്തുകയാണ്. സത്യയുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ഭക്തയായ പ്രശ്നിയും സുധാഭാസും ജന്മമെടുക്കുകയാണ്. അവർക്ക് പൂജിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ഭഗവാന്റെ ഈ ഒരു ചതുർബാഹു വിഗ്രഹം നൽകുകയാണ്. അങ്ങനെ വിഷ്ണു ഭക്തയായ പ്രശ്നി ഒരുപാട് കഠിനമായ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ശ്രീഹരിയെ സംപ്രീതനാക്കുകയും ഒടുവിൽ ശ്രീഹരി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ശ്രീഹരി അവർക്കൊരു വരം നൽകുന്നു. 3 ജന്മങ്ങളിൽ പ്രശ്നിയുടെ പുത്രനായിട്ട് താൻ അവതരിക്കും എന്നായിരുന്നു ആ വരം. ഇത് കേട്ടപ്പോൾ പ്രശ്നിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ പ്രശ്നിയുടെ പുത്രനായി അദ്ദേഹം അവതരിച്ചു. ധ്രുവന്റെ കഥയും ധ്രുവന് മോക്ഷം നൽകിയ കഥയും ഒക്കെ അതിൻ്റെ പിറകിലുണ്ട്. അടുത്തത് ത്രേതായുഗത്തിലായിരുന്നു ഭഗവാൻ അവതരിച്ചത്. പ്രശ്നിയും സുധാഭാസും ത്രേതായുഗത്തിൽ കശ്യപനും അതിഥിയുമായിട്ടായിരുന്നു അവതരിച്ചത്. അങ്ങനെ കശ്യപനും അതിഥിക്കും വാമനനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. മഹാബലിക്ക് മോക്ഷം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ ആ ഒരു അവതാരം എടുത്തത്. പിന്നെ ദ്വാപര യുഗത്തിലായിരുന്നു ഭഗവാന്റെ അവതാരം. ദ്വാപര യുഗത്തിൽ ദേവകിയും വസുദേവനുമായിട്ടാണ് ആ ഭാര്യ ഭർത്താക്കന്മാർ വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കുന്നത്. പ്രശ്നി സത്യയുഗത്തിൽ പൂജിച്ചിരുന്ന ആ ഒരു ഭഗവാന്റെ ചതുർബാഹു വിഗ്രഹം ഓരോ യുഗത്തിൽ ജന്മമെടുക്കുമ്പോഴും യാദൃശ്ചികമായി അവരുടെ കൈകളിൽ വന്നു ചേരുകയാണ്. അങ്ങനെ ദേവകിക്ക് ആ വിഗ്രഹം കിട്ടുകയും കംസനാൽ തടവിലാക്കപ്പെടുമ്പോഴും കാരാഗൃഹത്തിൽ വെച്ച് ആ വിഗ്രഹം പൂജിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ഓരോ കുഞ്ഞിനെയും തൻ്റെ സ്വന്തം സഹോദരൻ വധിക്കുമ്പോഴും
ആ വിഗ്രഹത്തിന് മുൻപിൽ നിന്ന് കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ദേവകി. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ വളരുകയാണ്. തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണിച്ചു തരണേ എന്ന് കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആ വിഗ്രഹത്തിന് മുൻപിൽ എന്നും ദേവകി. തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയായിരുന്നു ആ വിഗ്രഹത്തെ ദേവകി അമ്മ കണ്ടിരുന്നത്. അതിനെ അണിയിച്ചൊരുക്കുന്നതിലും അതിനോട് പ്രാർത്ഥിക്കുന്നതിലും പൂജിക്കുന്നതിലും ഒക്കെയായിരുന്നു ദേവകി അമ്മ ശ്രദ്ധിച്ചിരുന്നത്. പിന്നീട് ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോകുന്നു. കംസനെ വധിച്ച് തൻ്റെ മാതാപിതാക്കളെ കാരാഗൃഹത്തിൽ നിന്നും രക്ഷിക്കുന്നു. തൻ്റെ ആസ്ഥാനം ദ്വാരകയിലേക്ക് മാറ്റുന്നു. അതോടൊപ്പം അമ്മ പൂജിച്ചിരുന്ന ആ വിഗ്രഹം ഒരു മനോഹരമായ ക്ഷേത്രമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുന്നുമുണ്ട്. ദ്വാരകാധീശൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈകളാൽ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അങ്ങനെ അതിനെ അവിടെ പൂജിച്ചു വരികയാണ്. ദ്വാപര യുഗത്തിൻ്റെ അവസാന നാളുകളിലെത്തുകയാണ്. ഭഗവാൻ കൃഷ്ണന് തൻ്റെ സ്വധാമത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ തൻ്റെ ഉറ്റ തോഴനായ ഉദ്ധവരെ വിളിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഉദ്ധവർക്ക് ഗീത ഉപദേശിച്ചു കൊടുത്തു. അടുത്തത് വരുന്നത് കലിയുഗമാണ്. കലിയുഗത്തിൽ ഒരുപാട് അനീതികളൊക്കെ ഉണ്ടാകുന്നതാണ്. അതിനിടയിൽ സാത്വികരായ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത് എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഉദ്ധവരോട് ബദരി ആശ്രമത്തിൽ പോയി തപസ് ചെയ്യാൻ പറയുന്നു. അതോടൊപ്പം ഉദ്ധവരോട് ഭഗവാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താൻ പൂജിച്ചിരുന്ന ഒരു ചതുർബാഹു വിഗ്രഹമുണ്ട്. തൻ്റെ മാതാവ് യുഗയുഗാന്തരങ്ങളായി പൂജിച്ചു വരുന്ന വിഗ്രഹമാണ്. ഭഗവാൻ ശ്രീഹരിയുടെ ചതുർബാഹു രൂപത്തിലുള്ള ആ ഒരു സ്വരൂപം ഉള്ള വിഗ്രഹമാണ്. അത് ഉചിതമായ ഒരു സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിക്കണം. ഉടനെ തന്നെ ബൃഹസ്പതിയെ ഈ വിവരം അറിയിക്കുകയും വേണം. ഇത് ഉദ്ധവരോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അങ്ങനെ ഉദ്ധവര് ബദരി ആശ്രമത്തിലേക്കുള്ള തൻ്റെ യാത്രയ്ക്കിടയിൽ ബൃഹസ്പതിയെ കാണുകയും കൃഷ്ണൻ പറഞ്ഞ ഈ വിവരങ്ങളൊക്കെ ബൃഹസ്പതിയെ അറിയിക്കുകയും ചെയ്യുന്നു. ബൃഹസ്പതി ഉടനെ ദ്വാരകയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ദ്വാരക കടലെടുത്തിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ആ മനോഹരമായ ദ്വാരക പൂർണ്ണമായും കടലിനടിയിൽ അകപ്പെട്ടിരിക്കുന്നു. ബൃഹസ്പതി ആകെ നിരാശനായിരിക്കുന്നു. അങ്ങനെ നിരാശയോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ തിരമാലകളുടെ ഓളങ്ങളിൽപ്പെട്ട് ഒരു മനോഹരമായ ഒരു വിഗ്രഹം ആടിക്കളിക്കുന്നു. ഭഗവാൻ പറഞ്ഞ ആ ചതുർബാഹു വിഗ്രഹം. ഭഗവാൻ ഒരു കാര്യം കൂടി ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലിയുഗത്തിലെ ജനങ്ങൾക്ക് മോക്ഷം നൽകാൻ വേണ്ടി എന്നും ഞാൻ ഈ വിഗ്രഹത്തിൽ കുടികൊള്ളൂ. പക്ഷെ ബൃഹസ്പതിക്ക് ഭഗവാന്റെ ആ വിഗ്രഹം കടൽ വെള്ളത്തിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ബൃഹസ്പതി വായുദേവനെ സ്മരിക്കുകയും വായുദേവൻ സഹായത്തിനെത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ആ വിഗ്രഹം കടലിൻ്റെ ഓളങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ആടി ആടി കളിച്ചുകൊണ്ട് അത് അതിൻ്റെ യാത്ര തുടരുകയാണ്. ആ വിഗ്രഹം കടലിൽ താഴാതിരിക്കാൻ വായുദേവൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ വിഗ്രഹം അതിൻ്റെ യാത്രയ്ക്കിടയിൽ ഒരു സ്ഥലത്ത് വെച്ച് ആ വിഗ്രഹം അവിടെ നിൽക്കുകയാണ്. ആ ഒരു സ്ഥലത്തിന് വല്ലാത്തൊരു പ്രത്യേകത, വല്ലാത്തൊരു മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നു ആ ഒരു സ്ഥലത്ത്. മാത്രവുമല്ല ഭഗവാൻ പരമശിവൻ അവിടെ വിഷ്ണു ഭഗവാനെ പൂജിക്കുകയാണ്. അത് കഴിഞ്ഞ് പാർവതി ദേവിയുമൊത്ത് താണ്ഡവ നൃത്തമാടുകയാണ്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ ബൃഹസ്പതിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിച്ച സ്ഥലം. ഈ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ്. അങ്ങനെ വായുദേവന്റെ സഹായത്തോടെ ആ വിഗ്രഹം കരയ്ക്കെത്തിച്ച് അവിടെ നല്ലൊരു സ്ഥലം നോക്കി ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ ശിവഭഗവാൻ ആ വിഗ്രഹത്തിന് പൂജയും നടത്തുന്നു. ഗുരുവും വായുവും ചേർന്ന് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച ആ ഒരു സ്ഥലം ഗുരുവായൂർ എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ശിവഭഗവാന്റെ സാന്നിധ്യവുമുണ്ട് മമ്മിയൂരപ്പനായിട്ട്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പേരും പ്രശസ്തിയും ലോകമെമ്പാടും പരന്നത്. മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിലുമൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. ആ ഒരു നാരായണീയം രചിക്കപ്പെട്ടതിന് ശേഷമാണ് പേരും പ്രശസ്തിയും ഒക്കെ ഒരുപാട് ഉയർന്നത്. കാലക്രമത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രം. ഡച്ചുകാരൊക്കെ ഇതിനെ ഒരുപാട് തീയിട്ടൊക്കെ നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് 16-ാം നൂറ്റാണ്ടിൽ. മാത്രമല്ല ഹൈദരാലി, ടിപ്പു സുൽത്താൻ ഇവരൊക്കെ ഈ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ
തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഭഗവാന്റെ ഈ ഒരു വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതിനൊക്കെ ശേഷം സാമൂതിരിക്കാണ് പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. എന്തൊക്കെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ ക്ഷേത്രം ഇന്നും അവിടെ പവിത്രതയോടെ നിലനിൽക്കുന്നു. ഓരോ ആക്രമണത്തിലും ഭഗവാന്റെ ആ ശ്രീകോവിലിന് മാത്രം ഒരു നാശവും സംഭവിച്ചിട്ടില്ല. അതാണ് ഭഗവാന്റെ ആ ഒരു സ്വരൂപം ആ ഒരു വിഗ്രഹത്തിൽ ലയിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആ വിഗ്രഹത്തിൻ്റെ ഇന്നത്തെയുള്ള ആ ഒരു സ്ഥാനം. മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിൽ ഗുരുപവനപുരി എന്നാണ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച്. ഈ ഒരു ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കുന്നത് തന്നെ വളരെ പവിത്രമായ ഒന്നായിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും കാണുന്നത്. അവിടെ എത്തി ആ ഭഗവാന്റെ മുഖം കാണുന്നത് തന്നെ മഹാപുണ്യമാണ്. അത് കാണാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ കൊതിക്കുന്നുമുണ്ട്. ഭഗവാന്റെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഭഗവാനോടുള്ള ആദരസൂചകമായി ഒരു തൊഴു കൈയെങ്കിലും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.